ഞാനിപ്പം ഒരു മൂവി കണ്ടു, റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിട്ട് മൂവി കണ്ടു. നല്ല പടമായിരുന്നു. കൊള്ളാം, നല്ല പടം. ഇനിയിപ്പം ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങണം. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്കിങ്ങനെ നിറയെ സിനിമകൾ കണ്ടിട്ട് ഓടി നടക്കാറായിരുന്നു. ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ ഓടാൻ പറ്റാത്തത് കൊണ്ടാണ്. ഹെൽത്ത് ഇതാ, ഇനിയും സർജറി ഉണ്ട്. ഇനിയും 2-3 സർജറി വരുന്നുണ്ട്. 10 മാസമായി. ഇപ്പം ഒരു 7 മാസത്തോളം കിടന്നു. ഇപ്പം 10 മാസമാവുന്നു. ഇനിയൊരു 3 സർജറിയും കൂടെ ഉണ്ട്. ഇത് താഴുന്നവരെ, ഇത് മാക്സിമം താഴ്ന്ന. ഇത് സാഗ് ചെയ്യുമ്പോൾ അവര് കട്ട് ചെയ്യും. അപ്പം കുറെ കുറഞ്ഞ് വരും. മാക്സിമം എത്രത്തോളം താഴ്ന്നോ അത്രയും ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് എടുത്തു വെച്ചാ, തൊടയിൽ നിന്ന് എടുത്തു വെച്ചോ. സീരിയൽ തുടങ്ങി. സീരിയല് ഞാനൊരു 3 മാസം ആയിപ്പോ. 3 മാസം 3 ഷെഡ്യൂൾ ആയിട്ടിപ്പോ ഉണ്ട്. ഇപ്പം അവിടെ ഗംഭീര സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ലൊക്കേഷനിലേക്ക് വന്നപ്പോ കണ്ട വീഡിയോ കണ്ടില്ലേ? എല്ലാവരും പടക്കം പൊട്ടിച്ച് പൊന്നാടൊക്കെ അണിയിച്ചു. ഭയങ്കര സർപ്രൈസ് ആയി പോയിരുന്നത്. ഒരു ഹോൾ ക്രൂ, ഒരു ഫുൾ യൂണിറ്റ് മുഴുവൻ വന്നിട്ട് നമ്മളോടുള്ള ആ സ്നേഹം കണ്ണിൽ വെള്ളം നിറഞ്ഞു. എല്ലാം മറന്നുപോയി. അത്രത്തോളമാണ് നമ്മൾക്ക് അവര് നമ്മളോടുള്ള സ്നേഹം. അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് തന്നെയാണല്ലോ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതെന്നുള്ള ഭയങ്കര. എല്ലാവരും കണ്ടില്ലായിരുന്നു ആ വീഡിയോ? കണ്ടില്ല. അത് റിക്കവറിങ് വീഡിയോ. റിക്കവറി സ്റ്റേജില് എങ്ങനെയെങ്കിലും കയറി വരണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. കിടക്കുമ്പോഴേ നമുക്ക് ഒന്നാമത് ഞാന് ആക്ടിങ്ങും സീരിയലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ എഴുന്നേറ്റ് വന്നത്. അല്ലെങ്കിൽ അങ്ങനെ കിടന്നു പോകും. നമുക്ക് മുന്നിലൊരു സാധനം ഉണ്ടല്ലോ, എനിക്ക് വരണം എന്നുള്ളത് തോന്നുമ്പോഴാണല്ലോ നമുക്ക് വരാം. കുറച്ചുകൂടെ ഉള്ളിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണത്. നോർമലി ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോഴും ആ ഒരു കുറച്ച് ഇപ്പൊ ജസ്റ്റ് എഴുന്നേറ്റുണ്ടാവുന്നുള്ളൂ. ഞാനൊരു 7 മാസമായപ്പോഴേക്കും എഴുന്നേറ്റു. എന്റെ മനസ്സിലേക്ക് ഇത്രയും വലിയൊരു അപകടമാണ് പറ്റിയെന്നുള്ള കാര്യം ഞാൻ കൊടുത്തിട്ടില്ല. ഞാനൊരു നോർമൽ അപകടം എന്നാണ് എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ ഫോട്ടോ എല്ലാം കാലെല്ലാം കാണുമ്പോ ഭയങ്കര ഷൂട്ട് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ. അപ്പൊ ഞാൻ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് പതുക്കെ നടന്നു പോകുമ്പോഴാണ് പുറകിൽ നിന്ന് വന്ന് ഇടിച്ചതാ. തമ്പാനൂര് ആ വലിയശാല അവിടെ വെച്ചിട്ട്. അത് ശരിയാവുമായിരിക്കും പെട്ടെന്ന്. ഞാനിപ്പം ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു സീരിയലാണ് എന്റെ കംഫർട്ടബിൾ. ഓടി നടന്നതൊന്നും പണ്ടത്തെ പോലെ ഓടി ചെയ്യാൻ വയ്യ. ഇല്ല, ഷെഡ്യൂളായി. ഇന്നലെ ഷെഡ്യൂൾ പാക്കപ്പ് ആയി. അപ്പം സന്തോഷം. താങ്ക് യു.